കോട്ടയം കടുത്തുരുത്തിയിൽ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികനെ മകൻ ചവിട്ടിക്കൊന്നതാണെന്ന് പോലീസ്. മാന്നാർ മുർക്കാട്ടിൽ മാത്യു ആണ് മരിച്ചത്. മാത്യുവിന്റെ മകൻ എബിയെ അറസ്റ്റ് ചെയ്തു. സ്ഥലം വിൽപ്പനയെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അഖിൽ കെയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ് പോലീസ് നൽകുന്നത്? ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കട്ടിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അന്ന് ആ ഘട്ടത്തിൽ അത് സ്വാഭാവിക മരണമെന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇതിൽ മറ്റ് സാധാരണ മരണമല്ല എന്ന കാര്യത്തിലേക്ക് കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്യുവിന്റെ ശരീരത്തിൽ നിരവധിയായ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മകനാണ് ഈ മാത്യുവിനെ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയത്. കാരണം മാത്യുവും മകനും തമ്മിൽ നേരത്തെ തന്നെ ഈ സ്വത്ത് തർക്കം അല്ലെങ്കിൽ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നു. അതിനെ തുടർന്ന് മാത്യു ബന്ധു വീട്ടിലാണ് കഴിച്ചിരുന്നത്. അതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് ഈ ബന്ധു വീട്ടിൽ നിന്നും മാത്യു തിരികെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. അതിനിടയിൽ വീണ്ടും ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തർക്കമുണ്ടാവുകയും അതിനിടയിലാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള എബി മാത്യുവിനെ, അതായത് മകൻ എബി മാത്യുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. മകൻ തന്നെയാണ് ചവിട്ടി കൊലപ്പെടുത്തിയതെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചു വരികയാണ്. അപ്പോൾ നിലവിൽ ഈ സ്വത്ത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒടുവിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിരിക്കുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്രുതി. ഓക്കെ, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ ക്രൂരതയാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്